മാത്രമല്ല രാഷ്ട്രീയ പോരും ഭരണമാറ്റ തരംഗ അലയൊലികളും വംഗദേശത്തും കാര്യങ്ങൾ ചൂടുപിടിക്കുകയാണ്. CPM-ന്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം അവസാനിപ്പിച്ച് കസേരയിലിരുന്ന് മമതയെ അവിടെ നിന്നിറക്കാനുള്ള സകല ആയുധങ്ങളും BJP മൂർച്ച കൂട്ടുമ്പോൾ മരിക്കാതിരിക്കാനുള്ള പോരാട്ടം മമതയും കാഴ്ചവെക്കുമെന്നുറപ്പ്. 15 വർഷത്തിലേറെ നീണ്ട വൈര്യമാണ് തീപിടിക്കാൻ പോകുന്നത്. അഴിമതിയുടെ കുത്തരങ്ങായ തൃണമൂലിൽ നിന്നും വർഗീയ വിദ്വേഷം വിതയ്ക്കുന്ന BJP-യിൽ നിന്നും ബംഗാളിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പഴയ പ്രതാപം എന്തെങ്കിലും തരത്തിൽ തിരിച്ചു പിടിക്കാനാകുമോ എന്ന് നോക്കി CPM-ഉം രംഗത്തുണ്ട്. പക്ഷേ ഇതിനിടയിൽ നിർണായകമായേക്കാവുന്ന മറ്റു ചില പ്രധാന അടിയൊഴുക്കുകളും ബംഗാളിന്റെ മണ്ണിൽ സംഭവിക്കുന്നുണ്ട്. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM-ഉം തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയ ഹുമയൂൺ കബീറിന്റെ ജനതാ ഉന്നയൻ പാർട്ടിയും കൈകോർക്കുന്നു എന്നതാണ് അക്കൂട്ടത്തിൽ പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സംസ്ഥാനത്ത് മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചാണ് പുതിയ സഖ്യം പിറക്കുന്നത്. ബുധനാഴ്ച നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ പുതിയ സഖ്യം പ്രഖ്യാപിച്ചത്. രണ്ട് പാർട്ടികളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിക്കും. സംയുക്ത സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. 294 നിയമസഭാ സീറ്റുകളിൽ 190 എണ്ണത്തിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് നിലവിലെ പദ്ധതി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള മുർഷിദാബാദിൽ നിന്നും ഏപ്രിൽ 1-ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനാണ് നീക്കം. 70% അധികമാണ് മുർഷിദാബാദിലെ മുസ്ലിം ജനസംഖ്യ. അവരുടെ വോട്ടുകൾ വളരെ നിർണായകമാണ്. മമതയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഒവൈസി ഉയർത്തുന്നുണ്ട്. ബംഗാളിലെ ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് വികസനം വേണം എന്നതാണ് തങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. സംസ്ഥാനത്ത് 30% മുസ്ലിങ്ങളിൽ 7% പേർക്ക് മാത്രമേ സർക്കാർ ജോലി ലഭിക്കുന്നുള്ളൂ. വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾക്ക് ഉന്നത പഠനം പോലും അസാധ്യമാണ്. വോട്ടിനായി മാത്രമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ന്യൂനപക്ഷങ്ങളെ ഉപയോഗിക്കുന്നത്. അവർക്കൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്നും ഒവൈസി ആരോപിച്ചു. BJP-യുടെ B ടീമാണെന്ന മമതയുടെ ആരോപണത്തിന് തങ്ങൾ മുസ്ലിം ശാക്തീകരണത്തിന് നിലകൊള്ളുന്ന A ടീമാണെന്നായിരുന്നു ഒവൈസിയുടെ മറുപടി. ബംഗാളിന്റെ ജനസംഖ്യയിൽ ഏകദേശം 30% മുസ്ലിങ്ങളാണ്. എന്നാൽ സമഗ്ര വോട്ടർ പട്ടിക പുതുക്കലിലും മറ്റുമായി വലിയൊരു ശതമാനം വോട്ടർമാർ ബംഗാളിൽ പുറത്തായിട്ടുണ്ട്. ഇവരിൽ പകുതിയും മമതയുടെ വോട്ടുകളായിരുന്നുവെന്നും പുറത്താക്കുന്നതിലൂടെ BJP മേൽക്കൈ നേടുന്നുവെന്നുമെല്ലാം ആരോപണങ്ങളുണ്ട്. തൃണമൂൽ മുസ്ലിങ്ങളെ ഒരു വിശ്വസനീയ വോട്ട് ബാങ്ക് മാത്രമായി ചുരുക്കിയെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ആക്ഷേപമുണ്ട്. ഗുജറാത്ത് കലാപ സമയത്ത് BJP-ക്കൊപ്പം നിന്ന തൃണമൂലിന്റെ ചരിത്രവും ഒവൈസി ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം കബീർ ഉവൈസി സഖ്യം വടക്കൻ ദിനാജ്പൂർ, മാൽഡ, മുർഷിദാബാദ് എന്നിവിടങ്ങളിൽ തൃണമൂലിനെ ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തെക്കൻ ബംഗാളിൽ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴില്ലെന്നും നിരീക്ഷകർ പറയുന്നു. 2011 മുതൽ തുടർച്ചയായി 15 വർഷമായി പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന ശക്തിയാണ് ന്യൂനപക്ഷ വോട്ട്. മാൽഡ, നോർത്ത് ദിനാജ്പൂർ, മുർഷിദാബാദ്, നാദിയ, നോർത്ത് 24 പർഗാനാസ്, സൗത്ത് 24 പർഗാനാസ്, ഹൗവ എന്നിവിടങ്ങളിലായി ഏകദേശം 90 നിയമസഭാ സീറ്റുകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. അങ്ങനെ മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ ഭിന്നിക്കപ്പെട്ടാൽ വലിയ തിരിച്ചടിയാകും തൃണമൂൽ നേരിടാൻ പോകുന്നത്. BJP-ക്ക് കിട്ടുന്ന വോട്ടുകൾ കുറയാതിരിക്കുകയും മമതയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിന് ചോർച്ച സംഭവിക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റ സാധ്യത വലിയ രീതിയിൽ തെളിഞ്ഞു വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒവൈസിയുടെ വരവ് പരോക്ഷമായെങ്കിലും ഗുണം ചെയ്യാൻ പോകുന്നത് BJP-ക്ക് തന്നെയായിരിക്കുമെന്ന് വ്യക്തമാണ്. നൌഷാദ് സിദ്ദിഖിയുടെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടികളുടെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ഇത്തവണ ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ മാറ്റം വരുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഭവാനിപൂരിലാണ് ഇത്തവണ ജനം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. 2021-ലെ തിരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മമതയെ പരാജയപ്പെടുത്തിയിരുന്നു. 1956 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു മമതയ്ക്കെതിരെ വിജയം. 2021-ൽ നന്ദിഗ്രാമിൽ തോൽവിയറിഞ്ഞ മമത പിന്നീട് ഭവാനിപൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് നിയമസഭയിലെത്തിയത്. ഏപ്രിൽ 23, 29 തീയതികളിലായി ഇത്തവണ 2 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ്. മമത യുഗം അവസാനിക്കുമോ അതോ തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം.